ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് കൊച്ചടുക്കളയിൽ നിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതല്ലേ, അതായത് ഒരു ടിഫിൻ ബോക്സ് ഐറ്റംസ് ആയാലോ. ടിഫിൻ ബോക്സ് നമ്മൾ ഇതിന് മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഭവങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ടിഫിൻ ബോക്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി. അത് ടിഫിൻ ബോക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ടൈപ്പ് ടിഫിൻ ബോക്സ് നമ്മുടെ വർക്കിംഗ് ലേഡീസിനും ജെൻസിനും ഒക്കെ വളരെ ആപ്റ്റായിരിക്കും. സ്കൂൾ കുട്ടികൾക്ക് ഉള്ളതിനെക്കാട്ടിലും ഇത് മുതിർന്നവർക്ക് പറ്റിയ ഒരു ചോറ്റുപാത്രമാണ്. അപ്പോൾ ചോറ്റുപാത്രം വിഭവങ്ങളിലേക്ക് പോകാം. ഒരു ചോറ്റുപാത്രം സെറ്റ് ചെയ്യാം. കുറച്ച് സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പോവാണേ, നോക്കിക്കോളൂ. ഒരു 2-3 കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചെയ്യാണ്. അതായത് മുട്ട നമുക്ക് എന്തായാലും ഒരു ചോറ്റുപാത്രത്തിലൊരു മുട്ട ഓംലെറ്റ് വേണമല്ലോ. അപ്പോൾ ഇതൊരു മസാല ഓംലെറ്റായിട്ട് ചെയ്യാം, കുറച്ച് സ്പൈസി ആയിട്ട്. അതിന് വേണ്ട മസാല ആദ്യം തയ്യാറാക്കാം. അടുപ്പ് കത്തിച്ചു. ഇനി പാത്രം ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 2 മുട്ട പൊട്ടിച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു വയ്ക്കാം. ഇനി മസാല ഓംലെറ്റിന് വേണ്ട മസാല, കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. ഓക്കെ, ഇതിലേക്ക് ആദ്യം ഒരു സവാള, ഒരു വലിയ സവാള ചെറുതായിട്ട്, ഒരുപാട് ചെറുതായിട്ടല്ല, ഇങ്ങനെ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ ഉപ്പിടുന്നതുകൊണ്ടാണ് ഞാൻ മുട്ടയിൽ ഉപ്പ് ചേർക്കാത്തത്. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും കൂടി ചേർക്കാം. രണ്ടും 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മളൊരു ചിക്കൻ കറിക്ക് എന്താ ചെയ്യുന്നത്, അതൊരു ചിക്കൻ മസാലയൊക്കെ അതേപോലത്തെ ഒരു മസാലയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പെട്ടെന്ന് മൂക്കും. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ ആയിരുന്നു, അത് അരിഞ്ഞത്. ഇനി ഇത് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് ഉടയട്ടെ. ഇനി ഇതിലേക്ക് 2-3 കാര്യങ്ങളും കൂടി ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇപ്പോൾ കുരുമുളക് പൊടി 1/2 ടീസ്പൂണാണ് ചേർത്തത്. 1/4 മുതൽ 1/2 ടീസ്പൂൺ എരിവിനനുസരിച്ച് ചേർത്തോളൂ. ഇനി കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം, അതൊരു 1/4 ടീസ്പൂൺ മതിയാകും. ഇനി ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം, എന്ത് കുഴഞ്ഞ് വരട്ടെ. ആഹാ, ഇപ്പോൾ നല്ല മണം, ചെറുതായിട്ട് ഉടഞ്ഞു തുടങ്ങി. അതെ, എന്ത് കുഴഞ്ഞ് വരുന്നു. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം, ഒരു 2-3 ടേബിൾ സ്പൂൺ, അതായത് ഒരു 1/4 കപ്പ് വെള്ളം. ഇനി തീ വീണ്ടും കൂട്ടി കൊടുക്കാം. ഒരു കുഴമ്പ് പാകത്തിന് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഉപ്പൊക്കെ നോക്കാം, പോരാത്ത ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. നല്ല കുഴമ്പ് പോലെ ആയില്ലേ. ഓക്കെ, ഇത്ര മതി. നമ്മുടെ മസാല ഈസ് റെഡി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. നമ്മളിതിലേക്ക് കുറച്ചൊന്ന് തണുക്കാനായിട്ട് പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റും. സോ മസാല ഈസ് റെഡി. ഓംലെറ്റ് ഉണ്ടാക്കാൻ മസാല റെഡി. ഓംലെറ്റ്, അതായത് മസാല ഓംലെറ്റിന്. അപ്പോൾ അത്രയും മസാല നമുക്ക് വേണ്ടി വരില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് 2 ഓംലെറ്റിനൊക്കെ ധാരാളം മതിയാകും. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഉള്ളി വെച്ചിട്ട് ഒരു സവാള ചട്നി ഉണ്ടാക്കാം, സവാള ചമ്മന്തി. അപ്പോൾ ഇതൊരു വലിയ സവാള നീളത്തിനുള്ള പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കാം, അതൊരു 1/4 ടീസ്പൂൺ. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞു. ഇനി കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ ഒരു അല്പം മുളക് പൊടിയും കൂടി ഞാൻ ചേർക്കാൻ പോകുന്നു. ഞാൻ 1 ടീസ്പൂൺ ചേർത്തു, പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 1/2 ടീസ്പൂണും കൂടി വേണ്ടി വരും. ഇതൊരു വലിയ സവാളയായിരുന്നു, അതനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചേർക്കുന്നത്. ഇങ്ങനെ ഉടച്ചിട്ട്
മുട്ട ഇതിനി കുറച്ച് നേരം ഇരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആകും. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് ഞെരടി കൊടുക്കാം. അപ്പോൾ ഇത് ഇച്ചിരി നേരം ഇരിക്കുമ്പോൾ അത് നല്ല സോഫ്റ്റാകും, ഉള്ളിയൊക്കെ സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് സമയം മാറ്റി വെച്ചിട്ട് ഒരല്പം പുളി, ഒരുപാടൊന്നും വേണ്ട, ഒരല്പം പുളിവെള്ളം അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഉള്ളി നന്നായിട്ട് ഞെരടിയെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇച്ചിരി പുളിവെള്ളം, 1 ടീസ്പൂൺ മതിയാകും. ഓക്കെ, ഇനി ഇത് അടച്ച് വയ്ക്കാം. ഇതിപ്പോൾ 2 മുട്ട ഉടച്ചതാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ മസാലയുടെ കുറച്ച് വെള്ളം, ഏകദേശം പകുതി എന്ന് പറയാം. ഓക്കെ, മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പും എരിവും ഒക്കെ ഇപ്പോൾ കിട്ടിക്കോളും. ഓക്കെ, ഇനി മസാല ഓംലെറ്റ് തയ്യാറാക്കാം. ഒരു ഫ്രൈങ് പാൻ എടുത്തു, കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതിലേക്കാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട്. ഒന്ന് അടച്ചിടാം, തീ അല്പം കുറച്ചിട്ട് വേഗട്ടെ. അപ്പോൾ മുട്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ വെള്ളരിക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെള്ളരിക്ക തൈര് കൂട്ട്, ഒരു ചെറിയൊരു കിച്ചടിയാണോ എന്ന് വെച്ചാൽ കിച്ചടിയല്ല, ഒരു കൂട്ട്, ഒരു വെള്ളരിക്ക കൂട്ടെന്ന് പറയാം, തൈര് കൂട്ട്. ഓക്കെ, അതും കൂടി ഉണ്ടാക്കാം. അതൊരു ചെറിയൊരു രസമായിരിക്കും ചോറിൻ്റെ കൂടെ. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ബാക്കിയെല്ലാം. തുറന്ന് നോക്കാം. അടിഭാഗം സെറ്റായി വരുന്നു, മുകൾ ഭാഗം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത് തിരിച്ചിടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓംലെറ്റ് മറിച്ചിട്ടു. ഇനി മറു സൈഡും കൂടി ഒന്ന് പാകത്തിന് മുക്കട്ടെ. മസാല ഓംലെറ്റ് ഇസ് റെഡി. തീ ഓഫ് ചെയ്തു. ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം, അടച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ സമയമാകുമ്പോൾ എടുത്താൽ മതി. ഇത് കുറച്ച് സെറ്റായിട്ടിരിക്കും. ഇത് കുറച്ച് ഫ്ലിംസി ആയിരിക്കും, കാര്യം ഇതിൽ മസാലയുടെ ഒരു ഹെവിനെസ് ഉള്ളതുകൊണ്ട് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഒക്കെ സൂക്ഷിച്ച് ചെയ്യണം. ഒന്ന് മുറിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നമ്മളെന്തായാലും മുറിച്ച് വയ്ക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വെള്ളരിക്ക കൂട്ടുണ്ടാക്കാം. വെള്ളരിക്ക തൈര് കൂട്ട്. അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അടുപ്പ് കത്തിക്കട്ടെ. ഇനി കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ. എണ്ണ ചൂടായി തുടങ്ങി. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിത്തുടങ്ങി. ഇനി ഇതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പിലയും കുറച്ച് കൊച്ചുള്ളി, ഒരു 3-4 കൊച്ചുള്ളി അരിഞ്ഞത് വട്ടത്തിന് നീളത്തിന് എന്താണെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കഷ്ണങ്ങളാക്കിയത്. ഉള്ളി ഒന്ന് വാടി വരണം, കളറൊന്ന് ചെറുതായി മാറണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തീ നന്നായിട്ട് കുറയ്ക്കാം. അതുപോലെ തന്നെ ഒരല്പം മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും. ഇനി ഇതിലേക്ക് വെള്ളരിക്ക, ഒരു കപ്പ് വെള്ളരിക്ക ചെറുതായിട്ട് സ്ക്വയറായിട്ടൊക്കെ അരിയണം. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. വെള്ളരിക്ക ഒന്ന് വാടട്ടെ, നന്നായിട്ട് വാടിക്കോട്ടെ. ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് തികച്ചുണ്ടാവില്ല, എങ്കിലും ഏകദേശം 1/2 കപ്പ് എന്ന് പറയാം. നന്നായിട്ട് തിളക്കട്ടെ. ഇതിൽ കിടന്ന് ഇച്ചിരി ഒന്ന് വേഗം പാത്രം അടയ്ക്കാം. ഓക്കെ, നമ്മുടെ വെള്ളരിക്കയെല്ലാം പാകത്തിന് വെന്ത് ഇങ്ങനെ കുഴമ്പ് പോലെ ആയിട്ട് ആ മസാലയൊക്കെ പിടിച്ചിരിക്കും. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഒരല്പം തൈരും കൂടി ഞാൻ ചേർക്കും. അപ്പോൾ തീ ഓഫ് ചെയ്യട്ടെ. ഫിനിഷ്ഡ്, പരിപാടി കഴിഞ്ഞു.
നമുക്കിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അല്പം തണുക്കട്ടെ. വെള്ളരിക്ക കൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് റെഡിയാണ്. ഓൾമോസ്റ്റ് തണുത്തു. ഇനി ഇതിലേക്ക് തൈര് ചേർക്കാം, ഉടച്ച തൈര്. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ ചേർത്തു, മതിയാകും. ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഇനിയും ചേർക്കാം. യെസ്, അങ്ങനെ വെള്ളരിക്ക കൂട്ട് ഈസ് ഓൾസോ റെഡി. വെള്ളരിക്ക കൂട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചോറ്റുപാത്രത്തിന് വേണ്ട വെറൈറ്റി കറികൾ റെഡി ആയി കഴിഞ്ഞു. സാധാരണ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെയല്ല, കുറച്ച് മാറ്റമുണ്ട്. സാധാരണ നമ്മൾ മെഴുക്ക് വരട്ടി, പിന്നെന്താ പറയുക, ചമ്മന്തി, മീൻ വറുത്തത്, അങ്ങനെയൊക്കെയാണല്ലോ ഒരു കോംബോ വരുന്നത്. അതൊന്നുമില്ല, മീനൊന്നുമില്ല, മുട്ടയുണ്ട്. ആ ഓംലെറ്റ് പോലെ നമ്മൾ മസാല ഓംലെറ്റാക്കി വെള്ളരിക്കയുടെ ഒരു കൂട്ട് വെച്ചു. അപ്പോൾ അതൊരു തൈരും കൂടിയൊക്കെ ചേർന്ന് വരുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. പിന്നെ അച്ചാറിന് പകരം ഒരു ഉള്ളി അച്ചാറെന്ന് പറയാം, ഉള്ളി സലാഡെന്ന് പറയാം, പിന്നെ ഒരു ഉള്ളി ചമ്മന്തിയാണെന്ന് പറഞ്ഞാലും ഓക്കെയാണ്. അപ്പോൾ ഇനി ചോറ്റ് മാത്രം കെട്ടട്ടെ, നോക്കാം. ചോറ്, വെള്ളരിക്ക കൂട്ട്, ഉള്ളി ചമ്മന്തി. ഓക്കെ, ഉള്ളി ചമ്മന്തിയെന്നോ സലാഡെന്നോ പറയാം കേട്ടോ, അച്ചാറെന്നും പറയാം. ഇത് മസാല ഓംലെറ്റ് എല്ലാം റെഡി. ഇപ്പോൾ ചമ്പാവരി ചോറാണിന്ന്. ഇപ്പോൾ ചോറ്റ് പാത്രത്തിലേക്ക് ചോറ്, നമുക്ക് എത്ര ചോറ് വേണം അതനുസരിച്ചിട്ട്. അമ്മമാർ ചോറ്റുപാത്രം കിട്ടുന്ന ഒരു ഓർമ്മ വരുന്നില്ലേ? സ്കൂൾ നൊസ്റ്റു കാര്യങ്ങളാണിതെല്ലാം. ഒരു സൈഡിലായിട്ട് നമ്മുടെ ഉള്ളിയുടെ അവസ്ഥ നോക്കിയാൽ നല്ല ഉള്ളി ചട്നി അഥവാ ഉള്ളി സലാഡ്, ഉള്ളി അച്ചാറെന്നും പറയാം. ആവശ്യാനുസരണം വയ്ക്കുക. ഞാൻ ഉണ്ടാക്കിയ ക്വാണ്ടിറ്റി ഈ രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു 2 പേർക്ക്, ഇത് കുറച്ചുകൂടെ ഒന്ന് ലബ്ധിച്ചാൽ 3 പേർക്ക് വരെ കൊണ്ടുപോകാം. വെള്ളരിക്കാക്കൂട്ട്, ഓംലെറ്റ് ഡബിളാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് മടക്കി വയ്ക്കാം. ഞാനിങ്ങോട്ട് മടക്കി തുടങ്ങി. ഓക്കെ, ഇറ്റ്സ് എ ബിഗ് ഓംലെറ്റ്. ഇത് ഒരു പകുതിയായിട്ട് വേണമെങ്കിൽ 2 ചോറ്റുപാത്രത്തിൽ വേണമെങ്കിലും കൊടുത്തു വിടാം. ഓക്കെ, അങ്ങനെ ചോറ്റുപാത്രം റെഡി. കോമ്പാക്റ്റ്, 3 അടിപൊളി കാര്യങ്ങളാണ്. കൊതിയാവുന്നു കഴിക്കാൻ. അത്രയ്ക്ക് ടേസ്റ്റായിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഉണ്ടാക്കാൻ എളുപ്പമാണ്, ഈസി. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി, ഞാനിപ്പോൾ ഉണ്ടാക്കിയ ക്വാണ്ടിറ്റിയിൽ നിന്നും ഡെഫിനറ്റ്ലി ഒരു 3-4 ചോറ്റുപാത്രങ്ങൾ നിറയ്ക്കാനുണ്ടാവും. ഓക്കെ, ഒരു 3 മക്കളുള്ള വീട്ടിലാണെങ്കിലും, ഇപ്പോൾ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അങ്ങനെ കുട്ടികൾക്കും കൊടുത്തേക്കും, പ്രശ്നമില്ല. യെസ്, അടയ്ക്കട്ടെ. അടിപൊളിയായില്ലേ? കംപ്ലീറ്റ് റെഡി. അങ്ങനെ ചോറ്റുപാത്രം മിസ് റെഡി. എല്ലാ വെറൈറ്റി കറികളാണ്. നമ്മുടെ നോർമൽ റുട്ടീനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചോറ്റുപാത്രത്തിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാം. സംതിങ് ഡിഫറെൻറ്റ്. ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടം, അടിപൊളിയായിരിക്കും. ചോറ്റുപാത്രം മിസ് റെഡി. കഴിക്കണ്ടേ? ഓഹോ, വളരെ നൊസ്റ്റു ആണ് നമുക്ക് ചോറ്റുപാത്രം എന്ന് പറയുമ്പോൾ. സ്കൂളിൽ കോളേജിൽ ഒക്കെ അമ്മ ഉണ്ടാക്കി തരുന്ന ആ ഒരു ഫീലല്ലേ. കറികളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, കുറച്ച് വ്യത്യാസമായി. സാധാരണ എല്ലാവരും ഇങ്ങനെയാണ് കേട്ടോ, കറി അതിനകത്തുനിന്ന് സാധാരണ എല്ലാവരും എങ്ങനെയാണ് കഴിക്കുന്നത്, അതെടുത്ത് അടപ്പിലേക്ക് വയ്ക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും കഴിക്കുന്നത്. എന്നിട്ട് ബാക്കി കറികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ സൈഡിലായിട്ട് മാറ്റി വയ്ക്കും, എന്നിട്ടല്ലേ കഴിക്കാറ്. യെസ്, ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നു. ഈ കറി കുഴപ്പമില്ല, സൈഡിലിരുന്നോട്ടെ, ഒരു കറിക്കുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. എന്നിട്ട് ഇങ്ങനെ ഇതെല്ലാം കൂടി കുഴച്ച് ചുള്ളിയിട്ട് എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ചിട്ടാണ് കഴിക്കുന്നത്. യെസ്,
ഉള്ളിയുടെ ക്രിസ്പിനെസ്സൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. മസാല ഓംലെറ്റ് അതുമൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് കറിവേപ്പിലയും വെളിച്ചെണ്ണയുടെയൊക്കെ നല്ല സ്വാദുണ്ട് കേട്ടോ. സൂപ്പർ. നല്ല ചോറ്റുപാത്രം. പ്രത്യേകിച്ച് പിക്കിളൊന്നും വേണ്ട, ചമ്മന്തിയും വേണ്ട, ഉള്ളി ചമ്മന്തി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഉള്ളി അച്ചാറുണ്ടെന്ന് തന്നെ പറയാം. വെള്ളരിക്കക്കൂട്ട് അതിഗംഭീരം. എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ അറിയാണ്ട് കഴിച്ചു പോകും. സാധനം ഇത്രയും ചോറൊന്നും കഴിക്കില്ല. ഞാൻ ശരിക്കും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ കാണിക്കാനൊരു നിറവ് വേണമല്ലോ, അതിനാണ് ഇത്രയും എടുത്തത്. പക്ഷേ ഞാനിപ്പോൾ അതെല്ലാം കൂടി കഴിക്കുന്ന ലക്ഷണമാണ്. സൂപ്പറായിട്ടുള്ളൊരു ചോറ്റുപാത്രം ഓപ്ഷൻസാണ് ഞാൻ കാണിച്ചത്. നിങ്ങളും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. അപ്പോൾ എന്താ പറയണ്ടേ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.